മുൻ തുറമുഖ വകുപ്പ് മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി അംഗവുമായ വി എൻ വാസവൻ കൂടി നമുക്ക് ചേരുന്നു. ശ്രീ വി എൻ വാസവൻ, താങ്കളുടെ ഇന്ന് രാവിലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ വലിയ ആഹ്ലാദം, 1000 കപ്പലുകൾ അടുത്തതിനൊരു സന്തോഷം താങ്കൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വലിയൊരു ആശങ്ക കൂടി താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാന താല്പര്യം ബലികഴിച്ചുകൊണ്ടുള്ളൊരു പോക്കാണോ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന ആ നിലപാട്? കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് തനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നാണ്. എത്ര നിരുത്തരവാദപരമായൊരു പറച്ചിൽ! താങ്കൾ കരുതുന്നുണ്ടോ ഈ വിഴിഞ്ഞം ഈ UDF സർക്കാർ പൊതുമേഖലയെ തന്നെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുമെന്ന്? എല്ലാ അർത്ഥത്തിലും സംശയങ്ങൾ ഉയരുകയാണ്. ഈ പറയുന്ന പോലെ VD സതീശൻ ഉണ്ടാക്കിയ കരാറുകൾ, ഡീലുകൾ, മംഗലാപുരം യാത്ര, അതിനുശേഷം ഈ MSC കമ്പനിയും അതോടൊപ്പം തന്നെ അദാനിയും ചേർന്നുണ്ടാക്കുന്ന ഓഹരി കൈമാറ്റം, എല്ലാത്തിനും ദുരൂഹത മണക്കുകയാണ്. ആശങ്ക താങ്കൾ രാവിലെ പ്രകടിപ്പിച്ചത്, ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിച്ചത്, അങ്ങനെ തന്നെ കേരളത്തിലെ ജനങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാനിത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ മാത്രമല്ല, ഇന്നലെ തന്നെ എന്റെ മുമ്പിൽ വന്ന മീഡിയയോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ വലിയ ദുരൂഹത നിൽക്കുന്നു. ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതും മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമായ ഒട്ടനവധി ദുരൂഹതകളാണ് ഈ ഏർപ്പാടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ കൃത്യമായി നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ, കൺസെഷനുമായി ബന്ധപ്പെട്ട കരാറിൽ 5.3 ക്ലോസിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഓഹരികൾ കൈമാറുകയോ പുതിയ കൂടുതൽ നിക്ഷേപങ്ങൾ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിക്കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത് എന്ന് വ്യക്തമായി ആ എഗ്രിമെന്റിൽ പറയുകയാണ്. അത് മാത്രമല്ല, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിലൊന്ന് കേന്ദ്രത്തിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ്. സെൻട്രൽ സെക്യൂരിറ്റി ക്ലിയറൻസ് വാങ്ങിക്കൊണ്ട് മാത്രമേ ഇതിലേക്ക് കടക്കാവൂ. രണ്ടാമത്തെ കാര്യം പ്രാദേശിക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു മത്സരാധിഷ്ഠിത കമ്പോളം ഇവിടെ തുറക്കുന്നതിന് എല്ലാ തരത്തിലും തടസ്സമായി വരും ഒരു കുത്തകവൽക്കരണം വന്നാൽ അതുകൊണ്ട് കുത്തകവൽക്കരണത്തിലേക്ക് പോയിക്കൂടാ എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പഠിച്ച് ഗവൺമെന്റ് റിപ്പോർട്ടാക്കിയതിന് ശേഷം മാത്രമേ അത്ര ഒരു അപേക്ഷ വന്നാൽ അതുപോലും പരിഗണിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുള്ളൂ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുക എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും കൂടാതെ യഥാർത്ഥത്തിൽ 49% ഷെയർ 13,200 കോടി രൂപയുടെ അദാനി കൃത്യമായി MSCക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ച അന്തർനാടകങ്ങൾ പലതും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാനത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ഇപ്പോ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മംഗലാപുരം യാത്രയും അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ അദാനിയുടെ പ്രതിനിധിയെ കണ്ടതും കൂട്ടത്തിൽ NDAയുടെ ജനപ്രതിനിധി ഉണ്ടായിരുന്നതും സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് പോയതുമൊക്കെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് വരാൻ പോകുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള ധാരണ ഉണ്ടാക്കിയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാനാവില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പത്രങ്ങളിലൂടെയാണ് ഞാനിത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു ഭരണപരാജയത്തിന്റെ ഉടമയായ മുഖ്യമന്ത്രി മാറുകയല്ലേ. ഇത്രത്തോളം രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കോടാനുകോടി രൂപ ഭാവിയിൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിൽ വൻ സാധ്യതയും വ്യാവസായിക രംഗത്ത് വൻ പുരോഗതിയെല്ലാം ഉണ്ടാക്കുന്ന പശ്ചാത്തല സൗകര്യത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് 5,700 കോടിയിൽ പരം രൂപ മുടക്കി. അദാനി 2,497 മാത്രം മുടക്കി നമ്മൾ ഫസ്റ്റ് ഫേസ് തീർത്തു കഴിഞ്ഞപ്പോ അതിനുണ്ടാവുന്ന നമ്മുടെ നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടുകൂടി കാണേണ്ടതല്ലേ? അത് വളരെ ലാഘവബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണോ? ഇത്തരത്തിലൊരു കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങൾക്കറിയാൻ അവകാശപ്പെട്ടതല്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഭരണപരാജയമല്ലേ അവിടെ മുന്നോട്ട് വരുന്നത്? അപ്പോ അന്തർനാടകങ്ങൾ നടന്നിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ കാര്യത്തിൽ കാണാൻ. ഏതായിരുന്നാലും അദാനിയെ പോലുള്ള ആളുകൾക്ക് ഇത്തരം നിയമം അറിയാൻ മേലാഞ്ഞിട്ടല്ല, അവരിപ്പോ ഓറലായിട്ടൊരു അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്നലെ രാത്രി പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നേരത്തെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അപേക്ഷ കൊടുത്ത് അനുമതി വാങ്ങുന്നതിന് മുമ്പേ വാർത്തകൾ കൊടുത്തു? ആരാണ് ഈ വാർത്തകൾ കൊടുത്തത്? നമ്മളാരുമല്ല, മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല, മറിച്ച് ഇത് ക്രയവിക്രയം നടത്തിയവരുടെ ഇടയിൽ തന്നെയല്ലേ വാർത്ത വെളിയിലേക്ക് വന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭരണരംഗത്തിന്റെ പരാജയം ഉറപ്പാകുന്നു. 2, ഈ കാര്യത്തിൽ ഒരു അന്തർനാടകവും അവിടെ നിഴലിക്കുന്നു. അതുകൊണ്ട് അതീവ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഇതിന്റെ ഉള്ളടക്കം എന്ന കാര്യം അതീവ ഗൗരവത്തോടുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് ഇന്നലെ രാവിലെ തന്നെ ഞാനൊരു മീഡിയയോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ഇതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട അതിപ്രധാനമായ സുരക്ഷിത വലയം സൃഷ്ടിക്കേണ്ട ഒരു മേഖലയാണ് ഇവിടം. നമ്മുടെ പഹൽഗ്രാം പോലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന് വാതായനങ്ങൾ തുറക്കുന്ന ഒരു അവസരവും നമ്മുടെ രാജ്യത്തുണ്ടായിക്കൂടാ.
എല്ലായ്പ്പോഴും നമ്മൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഹരി കൈമാറുമ്പോൾ ആ വരുന്ന കൂട്ടർ എങ്ങനെയുള്ളതാണെന്ന് പരിശോധിച്ച് അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്വാളിറ്റി നമ്മൾ പൂർണ്ണമായി നമുക്ക് മനസ്സിലാകത്തക്ക രൂപത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പോലും പാടുള്ളൂ. അതെല്ലാം രാജ്യസുരക്ഷയുടെ പ്രശ്നങ്ങൾ കൂടിയാണ് എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. അതുകൊണ്ട് ഈ രംഗത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും അദ്ദേഹം എടുത്ത നിലപാടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നു, ഒരു അന്തർനാടകങ്ങൾ നടന്നിരിക്കുന്നു. അത് ജനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബോധ്യപ്പെടുത്താൻ ആ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്, സംശയം വേണ്ട. അതുപോലെ തന്നെ ഈ അന്തർനാടകങ്ങളാണ്. കാരണം കഴിഞ്ഞ ഈ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ സ്വകാര്യ നിക്ഷേപത്തെക്കുറിച്ചൊക്കെ വാദവരാതെ പ്രസംഗിക്കുകയും ചെയ്തു. നമ്മൾ മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് വേറെ വിഷയങ്ങൾ വരെ തലത്തിൽ ചർച്ച നടക്കുകയാണ്. ഇവിടെ ഫെസിലിറ്റേറ്ററായി മാത്രം സംസ്ഥാന സർക്കാർ നിന്നാൽ മതി, സ്വകാര്യ നിക്ഷേപകർ വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ്, ഒരു നിലപാടെടുക്കുകയും അതിൻ്റെ മറവിൽ ഇതുപോലെയുള്ള വലിയ വമ്പൻ ഡീലുകൾ കൊണ്ടുവരികയും ചെയ്യുന്നതല്ലേ ശരിയായ അന്തർനാടകം? താങ്കൾ അത് തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് പറയാൻ പോകുന്നതെന്ന് മനസ്സിലായത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ MSCയുടെ നമുക്ക് മനസ്സിലാക്കി നെറ്റിലൊക്കെ പരിധിപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, MSCയുടെ അമേരിക്കയിൽ തന്നെ ഒരു കമ്പനി ഒരു കപ്പലുമായി ബന്ധപ്പെട്ട് കൊക്കൈൻ കടത്തുമായി ബന്ധപ്പെട്ട് MSCയുടെ ഈ കപ്പലിനെ പിടിച്ചു വെച്ചൊരു സാഹചര്യമൊക്കെ വരികയും ചെയ്തു. അങ്ങനെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം രാജ്യസുരക്ഷയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെസിലിറ്റേറ്ററായി നിന്നുകൊണ്ട് എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ഡീലുകൾ നടത്താം. അതിൽ ഒരുപക്ഷെ KN ബാലഗോപാൽ ചോദിച്ച ആ ചോദ്യം എത്ര കിട്ടിയെന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? നിശ്ചയമായും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അടിസ്ഥാനമുള്ളതാണ്. കാരണം ഈ രംഗത്ത് കൃത്യമായി ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ, ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായും തൊഴിൽപരമായും മറ്റ് വാണിജ്യ രംഗത്തുമെല്ലാം നമുക്കുണ്ടാവേണ്ട വൻ പുരോഗതി ഇല്ലാതാക്കിക്കൊണ്ട് വമ്പൻ കുത്തകകൾക്ക് കേന്ദ്രി മേയാനുള്ള വാതായനങ്ങൾ തുറന്നിട്ട് കൊടുക്കുന്നു. അത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ കമ്പനിയെക്കുറിച്ച് മുമ്പ് അമേരിക്കയുമായി ബന്ധപ്പെട്ട കൊക്കൈൻ ഇടപാടിൽ വലിയ രൂപത്തിൽ ശിക്ഷ വാങ്ങിയിട്ടുള്ള കൂട്ടരാണ് എന്ന് ഇപ്പൊ വെളിയിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടർ വരുമ്പോൾ അവരുടെ ഇടപാടുകളും സുതാര്യമല്ല, അവരുടെ ബിസിനസ്സുകളും സുതാര്യമല്ല, ഏതു തരത്തിലുള്ള ഏർപ്പാടിനും പോകുന്ന കൂട്ടരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ രംഗത്ത് കാലേകൂട്ടി അദാനിയും അതേപോലെ തന്നെ ഇപ്പൊ MSCയും തമ്മിൽ ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഗവൺമെന്റ് മാറാൻ നോക്കി നിൽക്കുകയായിരുന്നു ഇത്രയും കാലം. മുമ്പ് ഇവിടെ പലപ്പോഴായി കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ MSCയുടെ കൂട്ടിൽ വന്നിരുന്നുവെങ്കിലും ഒരു തരത്തിലും ഇവിടെ മറ്റൊരു ഡീൽ നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഗവൺമെന്റ് മാറുന്നവരെ കാത്തുനിന്ന് ഇപ്പോ അവസരമുണ്ടാക്കി അവർക്ക് വേണ്ടി വാതായനങ്ങൾ തുറക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് കൃത്യമായി ദുരൂഹതകൾ ഏറി വരുന്നു. നിങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ്. ജനങ്ങളുടെ മുമ്പിൽ ആ സംശയങ്ങൾ ഉയർന്നു വരുന്നു. എല്ലാ മേഖലയിലും ഇത് സംബന്ധിച്ച ചർച്ചകളും അഭിപ്രായങ്ങളും ഉയർന്നു വരികയാണ്. ശരി, വളരെ നന്ദി ശ്രീ VN വാസവൻ.